في كل اثنين وخميس എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും അമലുകൾ അടിമകളുടെ അമലുകൾ അല്ലാഹുവിന്റെ സവിധത്തിൽ പ്രദർശിപ്പിക്കും കേട്ടോ ഫയഗ്ഫിറുല്ലാഹു ലികുല്ലി ഇംറിഇൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ സർവവിശ്വാസികൾക്കും അല്ലാഹുവിന്റെ സവിധത്തില് അടിമകളുടെ അമലുകളെ പ്രദർശിപ്പിക്കുമ്പോ അല്ലാഹ് പുറത്തു കൊടുക്കുന്നു. വല്ല ന്യൂനതകളും തറാവീഹില് സംഭവിച്ചാൽ, നോമ്പില് സംഭവിച്ചാൽ, ഖുർആൻ പാരായണത്തില് സംഭവിച്ചാൽ, മറ്റുള്ള നിസ്കാരത്തില് സംഭവിച്ചാൽ, ഇതെല്ലാം ന്യൂനതകളെ മുഴുവനും അല്ലാഹ് പരിഹരിച്ച് അടിമകൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരാൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കുക. അല്ലാഹ് പുറത്തു കൊടുക്കാതെ പുറങ്കാല് കൊണ്ട് ചവിട്ടി മാറ്റുന്ന, പുറങ്കാല് കൊണ്ട് തട്ടി തെറിപ്പിക്കുന്ന, പുറങ്കാല് കൊണ്ട് തട്ടി മാറ്റുന്ന ഒരാളുണ്ട്. അത് ആരാണെന്നറിയോ? കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഹനാ. സ്വന്തം സഹോദരനോട് വേണ്ടിയിട്ട് വർഷങ്ങളായി, സ്വന്തം ഉമ്മയോട് വേണ്ടിയിട്ട് വർഷങ്ങളായി, സ്വന്തം ഉപ്പയോട് വേണ്ടിയിട്ട് വർഷങ്ങളായി, സ്വന്തം ഭാര്യയോട് വേണ്ടിയിട്ട് വർഷങ്ങളായി, സ്വന്തം മക്കളോട് വേണ്ടിയിട്ട് വർഷങ്ങളായി, സ്വന്തം അയൽവാസികളോട് വേണ്ടിയിട്ട് വർഷങ്ങളായി. ഈ ആളുകൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കൂല. എന്നിട്ട് അല്ലാഹ് പറയുന്നത് എന്താണെന്നറിയോ? ഈ രണ്ടുപേരുടെയും കിടക്കമൊക്കെ ഒന്ന് മാറിയിട്ട് ഇവർ രണ്ടുപേരും സൗഹൃദത്തിലായിട്ട് യോജിപ്പിലായി എന്ന് വരുന്നുവോ എന്ന് വേണ്ടി പിണക്കമൊക്കെ അവസാനിപ്പിച്ച് കിണക്കത്തിലാകുന്നുവോ അതുവരെ മലക്കുകളെ അവരുടെ സൽക്കർമ്മങ്ങളിൽ കൊണ്ടുവരണ്ട. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എന്റെ സവിധത്തിലേക്ക് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ് മലക്കുകളോട് പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അകത്ത് ബോക്സ് ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പോ പ്രിയപ്പെട്ടവരെ, ഈ വിഭാഗത്തിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കണം. സ്വന്തം സഹോദരനോട് മിണ്ടാത്ത കാര്യത്തിൽ ലജ്ജയില്ലാത്തൊരു കാലമാണ്. സ്വന്തം സഹോദരനെ അപമാനിക്കാൻ മറ്റൊരു സഹോദരൻ ആഗ്രഹിക്കുന്നു, ഉത്സാഹിക്കുന്നു. സ്വന്തം മാതാപിതാക്കളോട് തെറ്റി നടക്കുന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളുന്ന മക്കളുള്ള കാലമാണ്. സുബ്ഹാനല്ലാഹ്. സ്വന്തം അയൽവാസികളോട് പിണങ്ങാൻ ആഗ്രഹിക്കുന്ന അയൽവാസികളുള്ള കാലമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, പിണക്കത്തെയും കുറ്റത്തെയും മിണ്ടാതിരിക്കലിനെയും വളരെ നിസ്സാരമായി കാണുന്ന ആളുകളുണ്ടല്ലോ. ആ ആളുകളുടെ സൽക്കർമ്മങ്ങളെ അല്ലാഹ് സ്വീകരിക്കൂല. ആയുസ്സിന് വേണ്ടി ഓതിയ യാസീൻ തള്ളപ്പെട്ടു പോയി. ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ വേണ്ടി പാരായണം ചെയ്ത യാസീൻ അല്ലാഹ് തള്ളിക്കളഞ്ഞു. മരണം നന്നാകണമെന്ന് ആഗ്രഹിച്ച്, ഒരാളുടെയും ആശ്രയം കൂടാതെ ജീവിച്ച്, ആഖിബത്ത് നന്നാകണമെന്ന് ആഗ്രഹിച്ച് ഓതിയ യാസീൻ ഉണ്ടല്ലോ, അല്ലാഹ് തള്ളിക്കളഞ്ഞു. ആരുടേതെന്നറിയോ? ഇല്ലം കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഹനാ.
മിണ്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്, സ്വന്തം ഉപ്പയോട് മിണ്ടുന്നില്ല. ഓ സഹോദരാ, സഹോദരി, ലക്ഷങ്ങൾ ചെലവഴിച്ച് നീ ഹജ്ജ് ചെയ്തിട്ട് എന്ത് പ്രയോജനം ലഭിച്ചോ? കാശുകൾ ധാരാളം ചെലവഴിച്ചിട്ട് ഉംറ ചെയ്തിട്ട് എന്ത് പ്രതിഫലം നിനക്ക് ലഭിച്ചോ? പോകട്ടെ, എല്ലാ ക്ഷീണവും തളർച്ചയും എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ച് പകലന്തിയോളം നോമ്പനുഷ്ഠിച്ചിട്ട് എന്ത് പ്രതിഫലം നിനക്ക് ലഭിച്ചു? ഇല്ല, ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട സഹോദരി, സുബ്ഹാനല്ലാഹ്, അതാ സ്വന്തം മകന് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് വീട്ടിലേക്ക് അന്യ വീട്ടിൽ നിന്ന് ഭാര്യയായിട്ട് ഒരു പെണ്ണിനെ അങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ടുവന്നാൽ സുബ്ഹാനല്ലാഹ്, പിന്നെ ഈ സഹോദരിക്കുള്ളത് തലയിണ മന്ത്രമാണ്. ഇവിടെ ഉണ്ടോന്നറിയില്ല. ഇവിടെ ഉണ്ടോ? ഇല്ല, ഇല്ല, അൽഹംദുലില്ലാ. ഇവിടെയുള്ളതൊക്കെ നല്ല ആളുകൾ. കാരണം ഈ കെ ഉസ്താദിന്റെ കാല് കുത്തിയ മണ്ണാകുമ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാലും സൂചിപ്പിക്കുന്നത് നല്ലതാണല്ലോ. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഭർത്താവ് ഇത്രയും കാലം ഭർത്താവിന്റെ തീട്ടവും മൂത്രവും ഒരു അറപ്പും വെറുപ്പും കൂടാതെ സ്വന്തം വലത് കൈ കൊണ്ട് കോരിയെടുത്ത ഉമ്മ, ആ ഉമ്മ ഒരു പെണ്ണങ്കോട്ട് ഇവന്റെ കൂടെ ഇണയായിട്ട് വരുമ്പോ ഇന്ന ഉമ്മയെ വേണ്ട, ഉമ്മ പറയുന്നത് മുഴുവനും ഇവനിക്ക് കുറ്റമായി തോന്നിയൊരു കാലം നഊദുബില്ലാ, ആ രൂപത്തിലുള്ള ഉമ്മമാരും ഉപ്പമാരുമാണ് ചിന്തിക്കുന്നത്. ഒരാളും എന്ന ഭാരമാക്കല്ല. മുസല്ലയിലിരുന്നു കൊണ്ട് ഇരു കരങ്ങളും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു ഉമ്മ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? എന്റെ മക്കൾക്ക് എന്നെ ഭാരമാക്കല്ല അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. വടക്ക് ഭാഗത്ത് വയനാടിനകത്ത് കേൾക്കണോ നിങ്ങൾക്ക്? ഒരു പാവപ്പെട്ട ഉമ്മ വാത്സല്യത്തോടുകൂടെ പോറ്റി വളർത്തിയ സ്വന്തം മകൾ സമ്പത്തിന്റെ പിന്നാലെ പോയിട്ട്, ഭൗതികമായ പടവളപ്പിന്റെ പിന്നാലെ പോയിട്ട്, സുബ്ഹാനല്ലാഹ്, ഉമ്മ ജീവിച്ചിരിക്കുന്ന ഒരു കൊച്ചു കിടപ്പാടം ഈ മകന് ആവശ്യമായി വന്നു. ഇതിന് തടസ്സമായി നിന്ന ഉമ്മ ഈ മകന് ഇത് കൈവരിക്കാൻ, ഈ ചെറിയൊരു വസ്തു കൈപ്പറ്റാൻ ഉമ്മ തടസ്സമാണ്. ഈ സമയത്ത് ആ സ്വന്തം വളർത്തിയെടുത്ത് തലയിൽ വെച്ചാൽ പേനിരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും. ഇത്രയും വളരെ സൂക്ഷ്മതയോടുകൂടെ മക്കൾ ഉറങ്ങുമ്പോഴും സ്വന്തം പെറ്റ ഉമ്മ ഉറങ്ങുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഞാനെങ്ങാനും ഉറങ്ങിയാൽ അർദ്ധരാത്രിയിൽ രാത്രിയുടെ യാമങ്ങളിൽ എന്റെ പൊന്നുമോന് അല്ലെങ്കിൽ എന്റെ പൊന്നുമോളൊന്ന് എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ കഴിയൂലല്ലോ. ദിവസങ്ങൾ ഉമ്മ ഉറങ്ങാതെ തള്ളി നീക്കുകയാണ്. എന്തിനാണെന്നറിയോ? പൊന്നുമോന് കരയുന്ന സമയത്ത്, പൊന്നുമോള് കരയുന്ന സമയത്ത് അമ്മിഞ്ഞ കൊടുത്തിട്ടില്ല എങ്കിൽ എന്റെ പൊന്നുമോന് വിശപ്പനുഭവിക്കുമല്ലോ. ഈ വിശപ്പനുഭവിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂല. ഇത് മനസ്സിലാക്കിയ ഉമ്മാക്ക് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഉറക്കമില്ല. ഈ സമയത്ത് കിടക്കപ്പായയിൽ തന്നെ എത്ര പ്രാവശ്യമാണ് പൊന്നുമോളെ, പൊന്നുമോനെ നീ കാണിച്ചത്, നീ മൂത്രിച്ചത്, എത്ര ദിവസമാണ് നിന്റെ ഉമ്മ വൃത്തിയാക്കിയത്? പോകട്ടെ, ദിവസം എത്രയെത്ര പ്രാവശ്യം ഈ കിടക്കപ്പായൽ മൂത്രമൊഴിക്കുന്നുണ്ട്, കാട്ടിക്കൊണ്ടുണ്ട്. പക്ഷേ ഉമ്മാക്ക് വിഷമമില്ല.
പള്ളിയിലേക്ക് പൊന്നുമോനെത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മളെ ഉമ്മയെങ്ങാനും അതാ കിടക്കപ്പായിൽ തളർന്ന് കിടക്കുന്ന ഒരു അവസ്ഥ വന്നു എന്ന് വിചാരിക്കുക. ഈ സമയത്ത് ഉമ്മയതാ കിടക്കപ്പായിൽ മൂത്രമൊഴിക്കുന്നു, കിടക്കപ്പായിൽ കല്ലിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു പക്ഷേ ഒരു ദിവസം നമുക്ക് സഹിക്കാൻ കഴിയും, 2 ദിവസം സഹിക്കാൻ കഴിയും, 3ാമത്തെ ദിവസം നാം ഉമ്മയുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു വാചകമുണ്ട്, ഓ എങ്ങാനും കിടക്കുന്ന പായയിൽ മൂത്രമൊഴിച്ചാൽ കാറ്റിച്ചാൽ ഈ കിടക്കപ്പായിൽ ഇനി നിങ്ങൾക്ക് സ്ഥാനമില്ല. ഉമ്മ പിന്നെ പേടിക്കുകയാണ്. കാറ്റിക്കാൻ വരുന്ന സമയത്തും മൂത്രമൊഴിക്കാൻ വരുന്ന സമയത്തും ഈ മകന്റെ പ്രതികരണം എന്താണെന്ന് ഉമ്മക്കറിയൂല. ഈ സമയത്ത് സഹിച്ച് ഉമ്മയുടെ രോഗം മറ്റു മേഖലകളിലേക്ക് കിടക്കുന്നു. എന്നാൽ സഹിക്കാൻ കഴിയാതെ അതാ കൈ പിടിച്ച് പുറത്താക്കിയിട്ട് വലിച്ചെറിഞ്ഞ് ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്ക് ഈ ഉമ്മയെ കൊണ്ടെത്തിക്കുന്നു. ഓ സഹോദരാ, സുജൂദിൽ കിടന്ന് മരിച്ചിട്ട് എന്ത് പ്രതിഫലമാണ് അല്ലാഹ് നിനക്ക് തരുന്നത്? കഅബയുടെ അകത്ത് വെച്ച് മരിച്ചാലും നിനക്ക് അല്ലാഹ് പുറത്തു തരൂല. ഈ വിഭാഗത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, തുഹറത്തുൽ അഅമാൽ ഫീ കുല്ലി ഇത്നൈനി വ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അല്ലാഹുവിന്റെ സന്നിധിയിലതാ മലക്കുകളും ഓരോ അടിമകളും ചെയ്ത സൽക്കർമ്മങ്ങൾ പ്രദർശിപ്പിക്കുന്നു. അല്ലാഹുവിന് പങ്കുകാരെ ചേർക്കാത്ത സർവ്വ അടിമകൾക്കും അല്ലാഹ് പുറത്തുപോയി. ആ വിഭാഗത്തിൽ നിന്ന് പുറത്താക്കുന്ന പുറങ്കാല് കൊണ്ട് ചവിട്ടി മാറ്റുന്ന വിഭാഗം ആരാണെന്നറിയോ? കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഹ്നാ. സ്വന്തം ഉമ്മയോട് മിണ്ടാതിരിക്കുന്ന മകൻ, സ്വന്തം മകനോട് മിണ്ടാതിരിക്കുന്ന ഉമ്മ, സ്വന്തം വാപ്പയോട് മിണ്ടാതിരിക്കുന്ന മകൻ, സ്വന്തം അമ്മായിയമ്മയോട് മിണ്ടാതിരിക്കുന്ന മരുമകൾ, സ്വന്തം അയൽവാസികളോട് മിണ്ടാതിരിക്കുന്ന അയൽവാസികൾ, സ്വന്തം സഹോദരനോട് മിണ്ടാതിരിക്കുന്ന സഹോദരൻ. സുബ്ഹാനല്ലാഹ്, ഈ ആളുകളുടെ അമലുകൾ അല്ലാഹു വേണ്ട. അല്ലാഹ് പറയുകയാണ്, ഇവരൊന്ന് യോജിപ്പിലായിട്ട് വരട്ടെ. ആദ്യം മനസ്സൊന്ന് നന്നാവട്ടെ. മനസ്സൊന്ന് നന്നായിട്ടല്ലേ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുക. അതുകൊണ്ട് മലക്കുകളെ ഇനി മേലിൽ അവന്റെ സൽക്കർമ്മങ്ങളെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണ്ട. അവരൊന്ന് നന്നായി മാറട്ടെ, എന്നിട്ടാവാം അവന്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. ഈ രൂപത്തിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നാമൊക്കെ ചെയ്യുന്ന സൽക്കർമ്മങ്ങള്, നാമൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലാഹ് കത്തിച്ചെത്തിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നാമൊക്കെ തീയുമായി പെരുമാറുന്ന ആളുകളാണല്ലോ. നാം ഉണ്ടാകുന്ന തീ തന്നെ നമ്മുടെ കയ്യിലൊന്ന് വന്നാൽ, കയ്യിലൊന്ന് ആയിപ്പോയാൽ കയ്യ പുള്ളി പോകുന്നു. ആ വേദന എത്ര ദിവസമാണ് സഹിക്കുന്നത്? എന്നാൽ അല്ലാഹുവിന്റെ നരകമുണ്ടല്ലോ, അല്ലാഹ് കത്തിക്കുന്ന തീയുണ്ടല്ലോ, 3000 വർഷമാണ് കത്തിക്കുന്നത്. ആ തീയെ കെടൂല, അണയൂല. അല്ലാഹ് നരകത്തെ കൊണ്ട് നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ.
അതുകൊണ്ട് ആരെങ്കിലും കൂട്ടത്തിൽ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? ആരൊക്കെയുണ്ട്? മുഖത്ത് നോക്കുമ്പോ അങ്ങനെ തോന്നുന്നു. ഉണ്ടോ കുത്തുബുദ്ദീന്? ഉണ്ടോ മോനെ? ഇല്ല. ബൈ ചാൻസ് ഇവരില്ല. ഇക്ക നിങ്ങളെ ഭാഗത്തായതുകൊണ്ട് രക്ഷപ്പെടും. ഐക്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഐക്യം എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. നമ്മൾ വിചാരിക്കും ഇണങ്ങിയാൽ എന്താ, ആകാശം ഇടിഞ്ഞു വീഴോ അല്ലെങ്കിൽ തലലരിച്ചോ, ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ആളുകളൊക്കെ ഭാഗ്യമായി നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ സുജൂദിൽ നിന്ന് എണീക്കുന്നുണ്ടാവില്ല. തറാവീഹിനെ കൃത്യമായി പങ്കെടുക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഹൃദയാന്തരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം ഉമ്മ കിടക്കുന്നത് ഈ കോരിച്ചൊരിയുന്ന മഴയുണ്ടല്ലോ, ഈ മഴയിൽ നിന്ന് ഒരു വെള്ളം പോലും പുറത്തേക്ക് പോകാത്ത രൂപത്തിലുള്ള വീട്ടിലായിരിക്കും, ചോദിക്കുന്ന വീട്ടിലായിരിക്കും ഇരിക്കുകയും ജീവിക്കുന്നത്. എന്നാൽ സ്വന്തം മകനോ മണിമാളികകളിലെ വലിയ സൗധമുണ്ടാക്കിയിട്ട് 2 നില വീട്ടിൽ ഒരു റൂമിൽ ഒരു മകൻ കൊടുത്താൽ മതി. ഒരു റൂം കൊടുത്താൽ മതി. ഉമ്മാന്റെ കാലടികളിലാണ് സുവർഗം ഓർത്തോളി ഉദിമതിയായി മുത്തു മുഹമ്മദ് പൂമഴി അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ. ആയിരം പോറ്റുന്നവന്നാൽ സ്വന്തം പെറ്റുമ്മയായിരുന്നു, സ്വന്തം പെറ്റുമ്മയായിരുന്നു. അവോ 1000 10,000 അന്യ സ്ത്രീകൾ വന്ന് നമ്മ ലാളിച്ചാലും സ്നേഹിച്ചാലും സ്വന്തം ഉമ്മ സ്നേഹിക്കുന്നതിന് തുല്യമാകൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ കാര്യഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. മരുമക്കൾ ചിന്തിക്കേണ്ടത് സ്വന്തം മകനും ഉമ്മയും നല്ല സ്നേഹത്തോടുകൂടെയാണ്. സ്വന്തം ഉമ്മയും ഉപ്പയും മക്കളും നല്ല സ്നേഹത്തോടുകൂടെയാണ്. ഈ സമയത്താണ് നീ ആ വീട്ടിലേക്ക് മരുമകളായി കയറി വരുന്നത്. ഇവിടെ ഇല്ല എങ്കിലും ഓരോ കുടുംബത്തിലും നടക്കുന്ന വേദനാജനകമായ കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ആ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച മരുമകള് പിന്നെയുള്ള പ്രവർത്തനം എന്താണെന്നറിയോ? ഭർത്താവിനെയും കൊണ്ട് ഇത്രയും കാലം ഒരുമയോടുകൂടെ ഒത്തൊരുമയോടുകൂടെ സ്നേഹവാത്സല്യത്തോടുകൂടെ സ്നേഹമത്രമായ സ്വഭാവത്തോടുകൂടെ ഉമ്മയും ഉപ്പയും മക്കളും ജീവിച്ചു. എന്നാൽ മരുമകൾ വീട്ടിലേക്ക് കയറി വന്നാൽ പിന്നെ ആ വീട്ടിൽ കലഹമാണ്. ഉമ്മ പറയുന്നത് മകന് ഇഷ്ടമാകുന്നില്ല. അതിന്റെ മുമ്പ് വരെ എന്ത് പറഞ്ഞാൽ മകൻ അത് ചെയ്തു കൊടുക്കുന്നു. ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉമ്മയോട് പറയാതെ ഇറങ്ങുന്നില്ല. എന്നാൽ വീട്ടിലേക്ക് മരുമകളെ പോലെ കയറി വന്നിട്ട് ഇവന്റെ ജീവിതം ഒരു പുതിയൊരു മേഖലയിലേക്ക് തിരിച്ചപ്പോ വീട്ടിൽ നിന്ന് ഉറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഉമ്മയുടെ സമ്മതം വേണ്ട. എന്തിനേറെ പറയുന്നു, ഒരു വിശ്വാസിയുടെ ചിരകാല അഭിലാഷമാകുക ഹജ്ജെന്ന് പറയുന്ന
ഉമ്മയോട് തെറ്റിക്കിടങ്ങിയിട്ടാണ് പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതിന് വഴിയൊരുക്കിയത് മരുമകളാണല്ലോ. അങ്ങനെയുള്ള മരുമകളുണ്ടെങ്കിൽ ചിന്തിക്കുക, ഓ പൊന്നുമോളെ, ഉമ്മയുടെ സ്നേഹിതരേക്ക് നീയും വരേണ്ടവളാണ്. നിനക്കും ആൺമക്കളുണ്ടാകുമ്പോ നീയും അമ്മയാകേണ്ടവളാണ്. ഈ സമയത്ത് സ്വന്തം മകന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധവും ഇത്തരത്തിലുള്ള മോശപ്പെട്ട സ്വഭാവവും ഉണ്ടാകുമ്പോ നിനക്ക് സഹിക്കാൻ കഴിയുമോ? ഇല്ല. എന്നാൽ അത്തരത്തിലുള്ള വല്ല സ്വഭാവങ്ങളും നടത്തിയിട്ട് സ്വന്തം അമ്മായി അമ്മയോട് വിടാതിരിക്കുന്ന വല്ല മരുമക്കളും മക്കളും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും ശിഷ്ടകാലം നാം ജീവിക്കുമ്പോ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹ് സ്വീകരിക്കണം. സ്വീകരിക്കണമെങ്കിൽ പിണക്കം എന്ന് പറയുന്നത് അത് വലിയൊരു വിഷയം തന്നെയാണ്. പിണക്കം എന്ന് പറയുന്ന ആ വലിയൊരു വൻമതിൽ ആ ഭാഗത്തിൽ നിന്ന് എടുത്ത് കളയാത്ത കാലത്തോളം ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അല്ലാഹ് സ്വീകരിക്കൂല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല അബീ ഹുറൈറ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ യഹില്ലു ലിമുസ്ലിമിൻ ഒരു മുസ്ലിമിനും അനുവദനീയമല്ല അയ്യഹുറ അല്ലാഹു ഫൗക മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ സ്വന്തം ഉമ്മയെ, സ്വന്തം ഉപ്പയെ, സ്വന്തം സഹോദരനെ, സ്വന്തം സഹോദരിയെ, സ്വന്തം ഭാര്യയെ, സ്വന്തം മക്കളെ, സ്വന്തം അയൽവാസികളെ, സ്വന്തം കൂട്ടുകാരെ അകറ്റി നിർത്തി പിണങ്ങിയിട്ട് അകറ്റി നിർത്താൻ ഇസ്ലാം ഒരിക്കലും അനുവാദം നൽകുന്നില്ല. 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി ജീവിക്കാൻ ഇസ്ലാം ഒരിക്കലും അനുവാദം നൽകുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സമ്മതിക്കുന്നില്ല. എന്നിട്ടോ ഫമൻ അജറ ഫൗക 3 ദിവസത്തേക്കാൾ കൂടുതൽ അകാരണമായി ദുനിയാവിന്റെ വിഷയത്തിന് വേണ്ടി ഒരാൾ പിണങ്ങി ജീവിച്ചു, അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങി അവൻ പെട്ടെന്ന് മരണപ്പെട്ടു. ഇണക്കമാക്കാൻ, ഇണക്കത്തിലാക്കാൻ ഈ സഹോദരന് സാധിച്ചില്ല, ഈ മരുമകൾക്ക് സാധിച്ചില്ല, ഈ പൊന്നുമോന് സാധിച്ചില്ല, ഈ പൊന്നുമോന് സാധിച്ചില്ല, അയൽവാസിക്ക് സാധിച്ചില്ല. 3 ദിവസത്തേക്കാൾ പിണങ്ങിയിട്ട് കൊണ്ട് മരണപ്പെട്ടു പോയി. സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് സ്വന്തം ഉമ്മ വീടിന്റെ പടിവാതിൽക്കലൂടെ പോവാ, അകത്ത് കിടക്കുന്ന മോനെ വിളിക്കുക, മോനെ പനിയാണ്, കാശില്ല, ഡോക്ടറെ കാണിക്കാൻ എന്താ പറയുക, നമ്മളെ പറയുന്നതെന്താ, മകന്റെ വായിൽ നിന്ന് വരുന്നതെന്താ, വേറെ എവിടെയെങ്കിലും വിളിച്ചോ, നിങ്ങൾക്ക് തരാനുള്ള കാശില്ല. സുബ്ഹാനല്ലാഹ്, ഈ മോന് ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു, ഉമ്മയോട് മരുന്നില്ല. എന്നാൽ പോലും ഈ മോന് അല്ലെങ്കിൽ ഈ മകൾക്ക് അല്ലെങ്കിൽ ഈ മരുമകൾക്ക് വല്ല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ ഈ പിണക്കവും തെറ്റും കുറ്റമൊക്കെ മറന്ന് ഈ ഉമ്മ വേച്ച് വടിയും പിടിച്ച് വരികയാണ് വീട്ടിലേക്ക്. എന്റെ പൊന്നുമോന് എന്ത് സംഭവിച്ചു, എന്റെ പൊന്നുമോൾക്ക് എന്ത് സംഭവിച്ചു, എന്റെ മരുമകൾക്ക് എന്ത് സംഭവിച്ചു? ഇതാ പറയുന്നത്, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിരുന്നു, സ്വന്തം പെറ്റുമ്മയായിരുന്നു. ഉമ്മാനെ കാലടിക്കുകയാണ്
മരുമകൾക്ക് വല്ല വിഷമങ്ങളും വരുമ്പോ തെറ്റെന്ന അതിലും ഉമ്മ വേദിച്ച് പൊട്ടിച്ച് തരുപ്പണമാക്കിയിട്ട് ഈ പൊന്നുമോന്റെ അടുത്ത് വരുന്നതിനാൽ ദിവസങ്ങളായി ഉമ്മയൊന്ന് വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി ഉമ്മയൊന്ന് ആഹാരം കഴിച്ചിട്ട് പനി പിടിച്ച് മറ്റുള്ള രോഗങ്ങളായിട്ട് കിടക്കപ്പായയിൽ തന്നെ ചോർന്നിരിക്കുന്ന വീട്ടില മറ്റുള്ള അയൽവാസികളെല്ലാം ഈ വീട്ടിലേക്ക് വരുന്നു. പലരും ഈ മകന്റെ അടുത്ത് വെച്ച് പറയുന്നു, മോനെ സഹോദര, നിന്റെ ഉമ്മ എത്ര കാലമായി നിന്റെ ഉപ്പ എത്ര കാലമായി പനി പിടിച്ചിരിക്കുന്നത് നീ കണ്ടോ? ഈ മകൻ പറയുന്നില്ല. ഇന്നവരാ പൊന്നുമോനെന്ന് ഉമ്മയുടെ അടുത്തൊന്ന് ഉമ്മയുടെ അടുത്തൊന്ന് സമയം കണ്ടെത്തിയിട്ടില്ല. ഈ അവസ്ഥയിൽ ഉമ്മയെങ്ങാൻ മരണപ്പെട്ടുപോയാൽ തീർച്ചയായും ആ മക്കളും ഉമ്മയുടെ കോപത്തിനിരയായിട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഉമ്മ മരിച്ചിരിക്കുന്നത് ഈ മക്കളുടെ മേലെ കോപിച്ചിട്ടിട്ടാണ്. കോപിച്ച അവസ്ഥയിലാണ്, പിണങ്ങിയ അവസ്ഥയിലാണ്. എന്റെ പൊന്നുമോളെ, നിനക്ക് സ്വർഗമില്ല. എന്നാൽ ചില അമ്മായിമാരുണ്ട് മരുമകളെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി വരുമ്പോഴേക്ക് ശാപത്തിന്റെ വാക്കുകൾ പറയുന്ന ചില അമ്മായിമാരുണ്ട്. ഇവിടെയുണ്ടോ എന്ന് എനിക്കറിയൂല. ഒരു ഗ്ലാസ് കൊണ്ടുമ്പോഴേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് നീ വീട്ടിലേക്ക് കാലുകുത്തിയത് മുതലാണ് ഇത്രയുള്ള മോശപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്റെ വീട്ടിൽ വരുന്നത്. ഇന്ന് വരെ എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് ശാപവാക്കുകൾ പറയുന്ന, കുത്തുവാക്കുകൾ പറയുന്ന ചില ഉമ്മമാരുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, കുത്തുവാക്ക് ഒരിക്കലും പറയാൻ പാടില്ല. അതൊരു വിശ്വാസിയുടെ ലക്ഷണമല്ല. കുത്തുവാക്ക് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിക്കാതെ ജീവിച്ചാൽ അവൻ അക്രമികളിൽ പെട്ടവനാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു മരുമക്കളെയും ഒരു ഉമ്മയും അമ്മയും വേദനിപ്പിക്കാൻ പാടില്ല. ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, നമ്മളെ കുടുംബ ജീവിതവും അയൽവാസി ജീവിതവും നല്ല രൂപത്തിലാക്കണം. എന്നെങ്കിലും അല്ല നമ്മളെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അതല്ലാതെ എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്താലും അല്ല പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുന്നു എന്നല്ലാതെ നാളെ മനുഷ്യരയിൽ ചെല്ലുമ്പോൾ അനുഷ്ഠിച്ച നോമ്പ് കാണാൻ കഴിയൂല, നിസ്കരിച്ച നിസ്കാരം കാണാൻ കഴിയൂല, ദാനധർമ്മങ്ങൾ കാണാൻ കഴിയൂല, ഹജ്ജുംറയും കാണാൻ കഴിയൂല. ഇത്തരത്തിലുള്ള ഒരു പരിതാപകരമായ ഒരവസ്ഥ നമുക്ക് വരുമോ വേണ്ടയോ? ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പിണക്കമൊക്കെ മാറ്റിയിട്ട് പിണക്കത്തിലായി ജീവിക്കാൻ അല്ലാഹ് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗം ഇനിയും ധാരാളമുണ്ട്. അതോ ഈ ധാരാളം മരണച്ചെലവ് പഠിക്കാൻ അത് നമുക്ക് സൂചിപ്പിക്കാം. എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പവിത്രമായ മതപഠന ക്ലാസ്